CBSE അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് തുടക്കമായി ശിരോവസ്ത്രം മാറ്റാതെ പരീക്ഷ എഴുതാൻ കന്യാസ്ത്രീയെ അനുവദിച്ചില്ല എന്ന പരാതി ഉയരുന്നു. സിസ്റ്റർ സേബയ്ക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. സിസ്റ്റർ സേബ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സിസ്റ്റർ സേബ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ഞാൻ 8:30 ഇവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി ഗാർഡ് എന്തായാലും അകത്തോട്ട് കയറ്റി വിട്ട് ക്യൂയിൽ നിന്നപ്പോഴത്തേന് നമ്മുടെ പിള്ളേരുടെ ലൈൻ നിന്നപ്പോൾ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്നോട് വന്ന് പറഞ്ഞു, സിസ്റ്ററെ നമുക്കറിയാം ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്, അന്നേരം സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള ഡ്രസ്സാണിത്, പക്ഷെ നമുക്ക് CBSE അനുവദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് എന്തായാലും വെയിലും ഈ കുരിശും മാറ്റിയിട്ട് പരീക്ഷ എഴുതിയിട്ട് മാത്രമേ ഇത് ഇടാൻ പറ്റുള്ളൂ, അതിനോട് സിസ്റ്റർ സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ഈ ചെക്കിങ് എന്തായാലും നമ്മുടെ കൈ പേപ്പേഴ്സോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അല്ലേ ചെക്കിങ് നടത്തുന്നത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും വെയിലിട്ടിട്ട് പരീക്ഷ എഴുതാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല, എന്തായാലും വെയിൽ മാറ്റിയിട്ട് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞു, എന്നാ പിന്നെ എനിക്കൊരു സെപ്പറേറ്റ് റൂമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വെയിൽ മാറ്റിയിട്ട് കുരിശും മാറ്റിയിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കോളാന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്താലും അവർ അങ്ങനെ ഒരു പ്രൊവിഷൻ തരുന്നില്ല. അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്തായാലും വെയിലും കുരിശും മാറ്റിയിട്ട് മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഒടുവിൽ എന്ത് തീരുമാനിച്ചു? പരീക്ഷ എഴുതുന്നില്ല എന്ന് സിസ്റ്റർ സ്വയം തീരുമാനിക്കുകയായിരുന്നു? അതെ, കാരണം ഇത് സഭയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമാണ്. എപ്പം വേണമെങ്കിലും നമുക്ക് ഊരി വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കുക എന്നുള്ള ഒരു കാര്യമല്ല. ഇതിൻ്റെതായിട്ടുള്ള വിശുദ്ധിയുണ്ട്, ഇതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സഭയുടെ ഒരു ആ സ്റ്റാൻഡ്, ഈ യൂണിഫോം, ഈ വസ്ത്രത്തിന്റെ ആ ഡിഗ്നിറ്റി നമ്മൾ കുറയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വീണ്ടും വീഡിയോ ഒരെണ്ണം കൂടെ ഇടാൻ കാരണം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അവർ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും മാനേജ്മെൻറ്റ് തന്നെ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും അങ്ങനെ അവിടെ നിന്ന് ഇത് സ്കൂളിൻ്റെ ചട്ടം അനുസരിച്ച് ഡ്രസ് കോഡ് അനുസരിച്ച് തന്നെ പിന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഓർഡർ. പക്ഷേ അത് പിന്നെ കക്ഷി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് ആരും പോയിട്ടുമില്ല. അപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇവർക്ക് തലയിൽ തട്ടമിടുന്ന വൈസ് പ്രിൻസിപ്പളും തലയിൽ തട്ടമിടുന്ന ശിരോവസ്ത്രമണിയുന്ന പ്രിൻസിപ്പളുമാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ വിദ്യാർത്ഥിനികൾ തലയിൽ മറയ്ക്കാൻ പാടില്ല, അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ തലയിൽ മറച്ചിരുന്നാൽ അധ്യാപകരാവട്ടെ, പ്രിൻസിപ്പൽ എന്നും വൈസ് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വെറും സ്ഥാനം മാത്രമല്ലല്ലോ, നിങ്ങളും അധ്യാപകരല്ലേ. അപ്പോൾ നിങ്ങൾ ഈ തലയിൽ എല്ലാം കൂടെ മറച്ചിട്ട് വന്നാൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ ഈ വിദ്യാർത്ഥികൾക്ക്? അപ്പോൾ അതെന്താണ്? അപ്പോൾ നിങ്ങളതെന്താണ് മനസ്സിലാക്കാത്തത്? അത് മാത്രമോ, നിങ്ങൾ പഞ്ചാബിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവിടെ സിഖുകാർക്ക് തലയിൽ പിന്നെ കെട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾ പിന്നെ സ്കൂളിലും ക്ലാസ്സിലും വരുന്നു, പഠിക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? കേരളത്തിൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ ആരെ സുഖിപ്പിക്കാനാണ്? സംഘപരിവാരരെ സുഖിപ്പിക്കാനാ? അതേ കാസയെ സുഖിപ്പിക്കാനാ? മുസ്ലിങ്ങൾ തലയിൽ തട്ടയിടാൻ പാടില്ല, ക്രിസ്ത്യാനിയൊക്കെ എങ്ങനെയും വരാമെന്നാ? അപ്പോൾ മുസ്ലിം പിന്നെ ഹിന്ദു കുട്ടികളുടെ നാളെ നിങ്ങൾ പറയുന്നത് പൊട്ടിട്ടുണ്ട്, അത് ഡ്രസ് കോഡിലില്ല, അല്ലെങ്കിൽ എല്ലാവരും പൊട്ടിടണം എന്ന് പറയൂ. അപ്പം നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുകയാണ്, ഇല്ലാത്ത വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ക്രിസ്ത്യാനികളെ സംഘപക്ഷത്തോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണോ? കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. കൊണ്ടുപോയെന്ന് വിചാരിച്ച് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ല. പിന്നെ മുസ്ലിം കുട്ടികൾ തലയിൽ തട്ടമിട്ടെന്ന് വിചാരിച്ചും ആകാശം ഇടിഞ്ഞു വീണില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പണ്ട് കാലം തൊട്ടേ കേരളത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതായത് മുസ്ലിം കുട്ടികളായിരുന്നാലും ഹിന്ദു കുട്ടികളായാലും ക്രിസ്ത്യാനികളായിരുന്നാലും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പണ്ട് കളർ ധരിക്കായിരുന്നു. പിന്നെയാണ് ഡ്രസ് കോഡ് ഉണ്ടായത്. ഡ്രസ് കോഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇന്ന കളർ വസ്ത്രം ധരിക്കണമെന്നാണ്. അപ്പോൾ അതേ കളറിലുള്ള തലയിൽ പിന്നെ തട്ടവും കൂടെ ഇട്ടാൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾക്കുള്ള വിഷമം എന്താണ്? അതായത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് തലയിൽ തട്ടമിടുക, തല മറയ്ക്കുക, തലമുടി മറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ തലമുടി വെളിയിൽ കാണിച്ച് നടക്കുന്നത് ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമെന്നാണ്. അപ്പോൾ അത് പാടില്ല. ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം മുസ്ലിം സ്കൂളുകളിൽ പിന്നെ ഹിന്ദു കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ അതേ കളർ ഡ്രസ്സ് ഇടണമെന്നേ ഉള്ളൂ.
അവർ പിന്നെ നടന്നു വെച്ചിട്ടില്ല. ഹിന്ദുക്കളുടെയൊക്കെ ഏത് രീതിയിലും വരാം. അവരിപ്പോൾ തല മറച്ചെന്ന് വിചാരിച്ച് മറച്ചില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയും. അപ്പോൾ സ്കൂളുകാർ പറയുന്നില്ലല്ലോ നിങ്ങൾ തല മറച്ചു വരണമെന്ന്. അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അവർക്ക് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഡ്രസ്സ് ധരിക്കുന്ന, അതായത് എല്ലാവരും എല്ലാ ജാതിക്കാരും ഒരേ ഡ്രസ്സിൽ വരിക. തല മറയ്ക്കുന്നത് പല കളറിലൊക്കെ ഇല്ല, വെള്ള കളർ. അപ്പം അതുപോലെ നിങ്ങൾക്കും ആക്കാം. തലയിൽ കളർ എന്ന് പറയുന്ന നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അതേ കോഡുള്ള പിന്നെ ഒരു കളറുള്ള ഒരു ഇത് ആക്കിയാൽ മതി. അതിന് ഈ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പോൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റവരുടെ, അതായത് സംഘപരിവാറുകാരുടെ നിന്ന് കയ്യടി വാങ്ങിക്കാനാണ്. അതേ മോഡിയുടെയും അമിത്ഷായുടെയും പിന്നെ തിട്ടൂരം നിങ്ങൾ നടപ്പാക്കുകയാണ്. നിങ്ങൾ ഇത് കേരളമാണ്, നിങ്ങളുടെ ഈ കളിയൊന്നും നടക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് മുസ്ലിം സ്കൂളുകളിൽ പോകാം. കന്യാസ്ത്രീകളായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും അവരിപ്പോൾ ഡ്രസ് കോഡ് ഉണ്ടാക്കിയാൽ, അപ്പോൾ ഹിന്ദു സ്കൂളുകളിൽ, അതായത് NSS നടത്തുന്ന സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ പോകുന്നു, തലയിൽ തട്ടമിട്ടുണ്ട് പോകുന്നു, അവിടെ പ്രശ്നമില്ലല്ലോ. അപ്പം നിങ്ങൾ അതിനേക്കാൾ വലിയ പിന്നെ വർഗീയ ചിന്താഗതിക്കാരാണ്. നിങ്ങൾ അത് പാടില്ലാത്തതാണ്, നിങ്ങൾ കാണിക്കാൻ പാടില്ല. നിങ്ങളെ വിദ്യാഭ്യാസം നടത്തുന്നത് അത് കച്ചവടമല്ല, വർഗീയത പിന്നെ പരത്താനുള്ള സ്ഥലവുമല്ല. വിദ്യാർത്ഥികളുടെ നിങ്ങൾ വർഗീയത ഉണ്ടാക്കണ്ട, അവരെ നിങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കണ്ട. നാട്ടില് പിന്നെ അക്രമവും വിപ്ലവവും ഉണ്ടാക്കി പിന്നെ ജനങ്ങളെ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് യോജിച്ചതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു സിസ്റ്റം ഉണ്ട്. ക്രിസംഗികൾ ഇറങ്ങിയിരിക്കുകയാണ്. ക്രിസംഗികളെ കയ്യിലാണ് കേരളത്തിലെ കൂടുതൽ ചാനലുകളും. അവരെ പല പേരുകളിലും ഇപ്പൊ ഷേഖിനാന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും അത് മുസ്ലിം ആണെന്ന്. അല്ല, അത് പിന്നെ ക്രിസ്ത്യാനി തന്നെ നടത്തുന്നതാണ്. കർമ്മ ന്യൂസ് എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും അത് ഹിന്ദു നടത്തുന്നത്. അല്ല, അതും ക്രിസ്ത്യാനിയാണ്. മറുനാട് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ അത് ഒന്നിലും പെട്ടാന്ന്. അല്ല, ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്. പിന്നെ പിന്നെ മലയാള വാർത്ത ഇൻസൈഡ് എന്നും പറഞ്ഞ് അതും ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഒരു ഗ്രൂപ്പ് തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത് ഷാജൻ സ്കറിയാണ്. ഷാജൻ സ്കറിയ നേരത്തെ BJPയുടെ പിന്നെ കേന്ദ്ര BJPയുടെ നേതൃത്വമായിരുന്നു. കേരളത്തിൽ സുരേന്ദ്രൻ BJP പ്രസിഡന്റ് ആയിരുന്നപ്പോൾ BJP പ്രസിഡന്റ് കേരളത്തിലെ കേരള BJP സുരേന്ദ്രൻ, കേന്ദ്ര BJPയുടെ നേതൃത്വം ഷാജൻ സ്കറിയൊക്കെയായിരുന്നു. അപ്പൊ അതുപോലെയാണ് ഇപ്പോ അതായത് മുസ്ലിങ്ങളെ അടിക്കാൻ വേണ്ടി ഏത് രീതിയിലായാലും മുസ്ലിങ്ങളെ അവഹേളിക്കുക, ആ സമുദായത്തിനെ തന്നെ ഇല്ലാതാക്കുക. നിങ്ങൾ ആരും വിചാരിച്ചാൽ ലോകത്ത് ഒരു ശക്തിക്കും ഇസ്ലാമിനെ ഇല്ലാതാക്കാനോ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാനോ കഴിയില്ല. ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ, പലസ്തീനും പിന്നെ ഇസ്രയേലും തമ്മിൽ എത്രയോ 48 തുടങ്ങിയതാണ്. എത്ര വർഷമായി? ഏകദേശം 75 വർഷത്തിൽ കൂടുതലായി അവിടെ കുഴപ്പം നടക്കുകയാണ്. അവര് പിന്നെ അഭയാർത്ഥികളായി വന്ന് ആ രാജ്യം പിടിച്ചെടുത്ത് ഫലസ്തീനെ ഇല്ലാതാക്കി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നു. അതിനെ ന്യായീകരിക്കുന്നവരാണ് ക്രിസംഗികളും ഈ പിന്നെ സംഘപരിവാർ ശക്തികളും. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ആ പെരുമയും പേരും എല്ലാം നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു ചേരിചേരാ നയമുണ്ടായിരുന്നു. നമ്മൾ ഒരു പക്ഷത്തും ചേരാതെ നമ്മുടേതായ സ്വതന്ത്രമായ പിന്നെ ഒരു അഭിപ്രായവും ഒരു സ്റ്റാൻഡും നമുക്കുണ്ടായിരുന്നു. അത് മഹാത്മാഗാന്ധി ആയിരുന്നാലും ശരി, ജവഹർലാൽ നെഹ്റു ആയിരുന്നാലും ഇന്ദിരാഗാന്ധി ആയാലും കെട്ടിപ്പടുത്ത ഒരു സംസ്കാരമാണ് നമുക്ക്. അതായത് ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പിന്നെ എന്താണ് പറയുന്നത്, ഒരു മതേതരത്വ സോഷ്യലിസ്റ്റ് ജാതിമത വർഗീയതയ്ക്ക് എതിരായ ഒരു നിലപാടുകളായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം ഇന്ന് മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ശരി, കൂടുതൽ നാള് സംഘിയും കൂട്ടരും ഇരിക്കുമെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങൾ ഇപ്പൊ സംഘികളെയും ക്രിസംഘികളെയും എല്ലാം കൂടെ ഒന്നു ചേർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന നാളെ ഒരു UPA ഗവൺമെന്റ് വരികയാണെങ്കിൽ ഇതൊക്കെ തിരിച്ചു വെക്കും. അത് നമുക്കറിയാം. നിങ്ങൾ ഏത് രീതിയിലും കളർ മാറും, ഓന്തിന്റെ നിറം മാറുന്ന പോലെ നിങ്ങൾ മാറും. എന്തായാലും ശരി, അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ വിപ്ലവവും പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് ഈ പള്ളിയിലെ അച്ഛന്മാരായിരുന്നാലും ശരി, ഈ കന്യാസ്ത്രീകളായിരുന്നാലും എനിക്ക് പറയാനുള്ളത്. കന്യാസ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ ഇട്ടിരിക്കുന്ന ശിരോവസ്ത്രവും ആ വസ്ത്രവും ഉണ്ടല്ലോ, അതിനെയെങ്കിലും ബഹുമാനിക്കണം. സഹിഷ്ണുത വേണം, സമാധാനം വേണം. പകയും വിദ്വേഷവും നിങ്ങൾ ഈ പിള്ളേരുടെ ഇടയിൽ, വിദ്യാർത്ഥിയുടെ ഇടയിൽ വളർത്തരുത്. അവർക്ക് നിങ്ങൾ മാന്യമായി നിങ്ങൾ കൂടെ ചിരിച്ചും കൊണ്ട് പല്ലിളിച്ചും കൊണ്ടാണ് പിന്നെ വൈസ് പ്രിൻസിപ്പളും സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട്. അവരാരാണ്? പിന്നെ മറുനാടൻ മലയാളികളടുത്ത് സംസാരിക്കുന്നത് എന്തോ ഒരു ചിരിച്ചും കൊണ്ടാണ്. ആ ചിരിയുടെ അകത്തുള്ള ആ എന്താണ് പറയുന്നത്, യക്ഷിയുടെ പല്ലുകളാണ് നിങ്ങൾക്ക്. നിങ്ങൾ ചിരിക്കുന്ന അല്ല, ചിരിച്ചും കൊണ്ട് നിങ്ങൾ മനുഷ്യരെ കൊല്ലരുത്. ചിരിച്ചും കൊണ്ട് നിങ്ങൾ മനുഷ്യരെ പിന്നെ അക്രമത്തിന്
പ്രേരിപ്പിക്കരുത്. അപ്പൊ ആ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പൊ ജനങ്ങൾ തമ്മിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടായില്ലേ, PTA തന്നെ ഒരു ഭിന്നിപ്പുണ്ടായില്ലേ. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് നിങ്ങൾ നീതി പുലർത്തണം. മദർ തെരേസയെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് സഹിഷ്ണുതയുള്ളവരായിരിക്കണം നിങ്ങൾ. ഏത് സമുദായിക്കാണ് നിങ്ങൾ നിർബന്ധമോ നിങ്ങൾക്ക് എല്ലാവരും ക്രിസ്ത്യാനികളാവണമെന്ന് നിങ്ങളെ കൊണ്ട് ഒക്കുക അതിന് കഴിയുമോ? നിങ്ങൾ കഴിയില്ല. അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളും ആവണ്ട, ക്രിസ്ത്യാനികളും ആവണ്ട, ഹിന്ദുക്കളും ആവണ്ട. അവരവരുടെ മതം അനുസരിച്ച് അവരവരുടെ രാഷ്ട്രീയം അനുസരിച്ച് ജീവിച്ചോട്ടെ, അവർ പ്രവർത്തിച്ചോട്ടെ. അതിനിവിടെ ഭരണഘടന നമുക്ക് അതിന് ബലമായ നമ്മുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് അതീതരായി നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ അതായത് അന്തസ്സോടെ അഭിമാനത്തോടെ മനുഷ്യൻ ഇവിടെ ജീവിക്കണം, അവനവന്റെ മതം അനുസരിച്ച്. നിങ്ങളില്ലാത്ത ഡ്രസ് കോഡ്, നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായൊരു ഡ്രസ് കോഡും ബാക്കിയുള്ളവർക്ക് അത് പാടില്ല എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ്, വിവരക്കേടാണ്. അതിന് നിങ്ങൾ തയ്യാറാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തായാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞ് അല്ല, കുട്ടികൾക്ക് തട്ടമിട്ടുകൊണ്ട് പോവാം, അത് മാനേജ്മെന്റ് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അത് പ്രശ്നം ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ന്യായം. അല്ല നിങ്ങൾ ഈ ആളുകളെ പേടിപ്പെടുത്തും ഭീഷണിപ്പെടുത്തിയും നിങ്ങൾ പറയണ്ട 150ഓളം മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്ന, ആരും ഇട്ടിട്ടില്ല തലയിൽ, അതുകൊണ്ട് ആരും ഇടാൻ, അങ്ങനെയൊന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് പഞ്ചാബിൽ സിഖുകാർക്ക് അങ്ങനെ തലയിൽ കെട്ടിക്കേണ്ടി വരാം, അവിടെ ആർക്കും അസ്വസ്ഥത ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താണ് അസ്വസ്ഥത ഉണ്ടാവുന്നത്? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിലും അവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കുഴപ്പമുണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാകരുത്. നിങ്ങൾ എല്ലാ സ്ഥലത്തും നിയമവും നീതിയും എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ യഹൂദന്മാരെ പ്രവൃത്തി ഇവിടെ കാണിക്കരുത്. അതായത് യഹൂദന്മാരെ പ്രവൃത്തി നിങ്ങൾ കേരളത്തിൽ കാണിക്കരുത്. നിങ്ങൾക്കത് പറ്റിയതല്ല. നിങ്ങൾ ഇനിയെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് ശരിയാണ്, ശരി തലയിലിട്ടോട്ടെ, കുഴപ്പമില്ല, നമ്മൾ തലയിലിടുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് തലയിലിട്ടൂടെ. അല്ലെങ്കിൽ നിങ്ങളും തലയിലിടരുത്. നിങ്ങൾ തലയിലിടാൻ പാടില്ല. നിങ്ങളത് അങ്ങനെ തലയിലിട്ടാണെങ്കിൽ ഇവിടെ പ്രശ്നമാകുണ്ടാവും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ്